മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ എ സജീവൻ, ഇത്തവണ ഈ എൻ ശ്രീകുമാർക്ക് അദ്ദേഹമൊക്കെ നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ദേശീയ സാഹചര്യങ്ങൾ പലതുണ്ടെങ്കിലും ഇത് പാർലമെന്റിലേക്കുള്ള പ്രതിനിധി അയക്കാനുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ സംസ്ഥാന സർക്കാരാണ് വിലയിരുത്തപ്പെടുക, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയവും സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക, അതായിരിക്കും UDFിൻ്റെ ആയുധമെന്ന് അദ്ദേഹം പറയുന്നു. താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്, ഈ രണ്ട് വിഷയങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യവുമുണ്ട്. ഇടതുപക്ഷം അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യും. താങ്കൾ എങ്ങനെ കാണുന്നു? ഏത് വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ശ്രീകുമാർ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം UDF കേരളത്തിൽ ഉയർത്തിക്കാട്ടാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ, LDFിനെതിരെയുള്ള ആയുധങ്ങൾ തന്നെയായിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ഇത്രയും കാലത്ത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ഭരണം, ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ഭരണവും അതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളും ആരോപണങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് ആയുധമായിട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇവിടെ കേരളത്തിൽ മുഖ്യ എതിരാളികൾ തീർച്ചയായിട്ടും LDF UDF ആണ്. BJP അവിടെ മൂന്നാമത് നിൽക്കുന്ന കക്ഷി മാത്രമാണ്. ഇത്രയും കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത, ഒരിക്കൽ പോലും അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത, അതിനു മുമ്പ് പഴയ കാലത്താണെങ്കിൽ 4% മുതൽ ഏതാണ്ട് 9% വരെ മാത്രം പല മണ്ഡലങ്ങളിലായിട്ട് ആ തരത്തിൽ മാത്രം വോട്ട് കിട്ടിയിട്ടുള്ളത് ഒന്നാണ്. ഇപ്പോഴും കഴിഞ്ഞ 2019 അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി, കൂടുതൽ ശതമാനം വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളതായിരിക്കും യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോഴും ഈ കേരളത്തിൽ പോരാടുമ്പോൾ BJPക്കെതിരെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല. കാരണം നേട്ടം ഉണ്ടാക്കേണ്ടത് തങ്ങൾക്കാണ്. ഒരർത്ഥത്തിൽ ജനത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇതിലെ UDF ജയിച്ചാലും LDF ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പൊ പിന്നെ ആർക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല, ജനത്തിന് ചിന്തിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ഒപ്പമുള്ള മറ്റ് UDF കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. ആ സീറ്റ് കിട്ടുക എന്നുള്ളതിന് തന്നെ ആയിരിക്കും അതിനുള്ള പോരാട്ടം. ഇത് മുഖ്യ എതിരാളിക്കെതിരെ ആയിരിക്കും എന്നുള്ള സംശയമില്ല. അതിനവർ തീർച്ചയായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത്തരം ഓരോ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ വോട്ട് ചെയ്യുന്ന ജനത്തിൽ പ്രത്യേകിച്ച് മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ, ന്യൂനപക്ഷം, പ്രത്യേകിച്ച് അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷം, അവർക്ക് ആശങ്കയുള്ളത് ദേശീയ തലത്തിലെ പ്രശ്നങ്ങളാണ്. നരേന്ദ്രമോദി സർക്കാർ അത് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വികസന പരിപാടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത രൂപത്തിലുള്ളത് പലപ്പോഴും വിഭാഗീയമായിട്ടുള്ളതാണ്. അത് നമ്മൾ ഇവിടെ പറയുന്നത് മാത്രമല്ല, UN പോലും വിലയിരുത്തിയിട്ടുള്ളത്, ഐക്യരാഷ്ട്രസഭ പോലും വിലയിരുത്തിയിട്ടുള്ളത് ഇത് ആശങ്കാജനകമാണ്. USA വിലയിരുത്തിയിട്ടില്ല, അമേരിക്ക വിലയിരുത്തിയത് ആശങ്കാജനകമാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവർക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ, ജനങ്ങളെ വിഭാഗീയമാക്കി മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ശ്രീ എ സജീവൻ, ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടുകൊണ്ടൊരു കാര്യം, ഇപ്പോൾ EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ഇത്തവണ നേട്ടമാവുക CPMനായിരിക്കും ആണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ചുരുങ്ങിയപക്ഷം കേരളത്തിലെങ്കിലും അദ്ദേഹത്തിന്റെ അവകാശവാദം ശരിയാകുമോ? കാരണം CPM ആണ് നിയമ പോരാട്ടം നടത്തിയത്. CPMന് ഈ പുറത്തു വന്ന രേഖകളിൽ നഷ്ടമൊന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല താനും. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇലക്ട്രൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട അത് വാങ്ങിയിട്ടുള്ള, അതിന് ഫണ്ട് കൈപ്പറ്റിയിട്ടുള്ള പാർട്ടികളുടെ കാര്യത്തിലൊക്കെ BJP ആണ് ഒന്നാമത്, രണ്ടാമത് തൃണമൂൽ കോൺഗ്രസ് ആണ്, മൂന്നാമത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ പല പാർട്ടികളും, അതിൽ ഈ പറയുന്ന രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പങ്കില്ല. പക്ഷേ അതൊരു വലിയ പ്രചരണായുധമാക്കിയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഞാൻ ഇത്രത്തോളം മനസ്സിലാക്കിയ രീതി അനുസരിച്ച് ജനങ്ങൾക്ക് ഇത് എന്താണ് സംഗതി എന്ന് ഇപ്പോഴും പിടികിട്ടിയില്ല. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള കാര്യം ജനത്തിന് പിടികിട്ടിയില്ല. അപ്പോ അതൊരു വലിയ പാതകമാണോ അല്ലയോ? പണം വാങ്ങുമല്ലോ, ആരാണ് വാങ്ങാത്തതെന്ന് ചോദിച്ച പല ആളുകളുണ്ട്. നിങ്ങൾ ബാങ്ക് വഴി വാങ്ങുന്നു അല്ലെങ്കിൽ അല്ലാതെ വാങ്ങുന്നു, അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് ഇത് ഇത്രയും കള്ളപ്പണം ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു, അവരെല്ലാവരും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാർക്ക് ചെയ്യപ്പെടേണ്ട ആളുകളാണ് എന്നൊക്കെ സ്ഥാപിച്ച് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് സാധാരണ രീതിയിൽ ഇപ്പൊ EP ജയരാജൻ പറഞ്ഞാലും കേട്ടു, അത് ഇലക്ട്രൽ ബോണ്ട് അങ്ങനെയാണെന്ന് പറയുമ്പോഴേക്ക് ഞങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നാണ്, ഞങ്ങൾ നിയമപോരാട്ടം നടത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് എത്ര ശതമാനം വോട്ടാവും എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ വോട്ടാവില്ല.
ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദേശീയ പ്രശ്നങ്ങളാണ്. ആ ദേശീയ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പരമാവധി ആണ് ശ്രമിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ടിനേക്കാളൊക്കെ അതൊക്കെ കോടതി ഇടപെട്ടിട്ട് തടയുകയും മറ്റും ചെയ്ത കാര്യങ്ങളാണ്. അതിനേക്കാളൊക്കെ ഇപ്പോഴത്തെ ഇത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തീർച്ചയായിട്ടും അതാണ് സാഹചര്യം. ശ്രീ എ സജീവൻ, ക്ഷമിക്കുക, ഞാൻ ഒന്നുകൂടെ ഇടപെടുകയാണ്.